Hi dears, welcome back to our channel Anu Simply Beauty. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ വീഡിയോ ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ആരെങ്കിലും പുതുതായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ വീഡിയോസ് ഒക്കെ ഒന്ന് കണ്ടു നോക്കിയതിന് ശേഷം യൂസ്ഫുൾ ആണ് തോന്നുവാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയണ്ട, പെട്ടെന്ന് തന്നെ നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നമ്മൾ വെറും രണ്ടേ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഇന്നത്തെ സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ ചെയ്യാൻ പോണത്. ഓക്കെ, പിന്നെ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം, എങ്കിലേ ഞാൻ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നൊക്കെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ ഇന്നത്തെ ഹെയർ കെയർ ആൻഡ് സ്കിൻ കെയർ ചെയ്യാൻ പോകുന്നതിനായിട്ട് എടുക്കുന്ന 2 ഇൻഗ്രീഡിയൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, ഞാൻ എടുക്കുന്നത് കഞ്ഞിവെള്ളമാണ്. തലേന്നത്തെ കഞ്ഞിവെള്ളമാണ് കേട്ടോ എടുക്കുന്നത്. പിന്നെ രണ്ടാമത്തെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് അലോവേരയാണ്. ഓക്കെ, അപ്പോൾ അലോവേര നമ്മൾ പുറത്ത് ആ തൊലിയൊക്കെ കളഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിലുള്ള പൾപ്പ് മാത്രമായിട്ടാണ് നമ്മൾ എടുക്കുന്നത്. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്, കഞ്ഞിവെള്ളം നല്ലൊരു ഇൻഗ്രീഡിയൻ്റ് ആണ്. ഓക്കെ, നമ്മുടെ സ്കിന്ന് നല്ല ഗ്ലോ ആവാനായിട്ടും പിന്നെ ഹെയറിനാണെങ്കിൽ ഹെയറിനും നല്ലതാണ്. ഓക്കെ, അതുപോലെ തന്നെയാണ് നമ്മുടെ അലോവേര എന്ന് പറയുന്നത്, അതായത് കറ്റാർവാഴ. അതും നമ്മുടെ സ്കിന്നും ഹെയറിനും ഒക്കെ നല്ലതാണ്, ഹെയർ ഗ്രോത്തിന് നല്ലതാണ്. അതുപോലെ തന്നെ നമ്മുടെ സ്കിന്ന് നന്നായിട്ട് ക്ലിയർ ആവാനായിട്ട്, നമ്മുടെ സ്കിന്നിലുള്ള ഡാർക്ക് സർക്കിൾസ്, ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ മാറാനായിട്ടും നല്ലൊരു സാധനമാണ് കറ്റാർവാഴ എന്ന് പറയുന്നത്, അലോവേര എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ 2 ഇൻഗ്രീഡിയൻസ് വെച്ചാണ് നമ്മൾ ഇന്ന് സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ ചെയ്യാനായിട്ട് പോകുന്നത്. എൻ്റെ കുളി ഒന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു ഹെയർ പാക്കും സ്കിൻ കെയർ ഒക്കെ ചെയ്തിട്ട് കുളിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ എന്നാലും നമുക്ക് ഈ ഒരു ഇൻഗ്രീഡിയൻസ്, അതായത് നമ്മൾ ഈ ഒരു ഹെയർ പാക്ക് ആൻഡ് സ്കിൻ കെയറിന് ഉള്ള പാക്ക് എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് നോക്കാം. ആദ്യം നമ്മൾ എടുക്കുന്നത് കഞ്ഞിവെള്ളമാണ്. ഓക്കെ, കഞ്ഞിവെള്ളത്തിന് ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ, ഒത്തിരി ഗുണങ്ങളുണ്ട് കഞ്ഞിവെള്ളത്തിന് പറയുകയാണെങ്കിൽ. ഓക്കെ, ഇത് തലേന്നത്തെ കഞ്ഞിവെള്ളമാണ് കേട്ടോ. ഞാൻ കുറച്ചിവിടെ വേറെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, കണ്ടില്ലേ, ഹെയറിലേക്കും ഫേസിലേക്കും കൂടെ വേണം എന്നുള്ളത് കൊണ്ട് ഞാനിവിടെ കുറച്ച് മാറ്റി വെച്ചേക്കുവാണ്. പിന്നെ നിങ്ങൾ അലോവേര എടുക്കുമ്പം നാച്ചുറൽ ആയിട്ടുള്ള അലോവേര എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, ഇതെൻ്റെ വീട്ടിലുണ്ടായിട്ടുള്ള അലോവേരയാണ് കേട്ടോ. അതിൻ്റെ ഉള്ളിലെ പൾപ്പ് മാത്രമായിട്ടാണ് ഞാൻ എടുക്കുന്നത്. ഇത് നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുക്കുക. അപ്പോൾ ഞാനിവിടെ അലോവേര അടിച്ചെടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്കിത് രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ഈ ഒരു കറ്റാർവാഴയുടെ ജ്യൂസ് എടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിലാണ് വരിക. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു ഇൻഗ്രീഡിയൻറ്റ്, അതായത് ഈ ഒരു പാക്ക് നമുക്ക് ഹെയറിൽ യൂസ് ചെയ്യാം. പിന്നെ നിങ്ങൾ ഫേസിൽ യൂസ് ചെയ്യുമ്പം കുറച്ച് നിങ്ങൾ ഐസ് ക്യൂബ് ആയിട്ട് എടുത്ത് വെക്കുക കേട്ടോ. ഓക്കെ, ബൗളിൽ നമ്മൾ കുറച്ച് മാറ്റി വെക്കുന്നുണ്ട്. കുളിച്ച് വന്നതിന് ശേഷമാണ് ഫേസിൽ ഇത് അപ്ലൈ ചെയ്യുന്നത്. അപ്പോഴേക്കും നമുക്കിത് ഐസ് ക്യൂബ് ആയിട്ട് കിട്ടും. പിന്നെ ഈ ഒരു പാക്ക് ഹെയർ പാക്ക് ആയിട്ട് ഇട്ട് കൊടുക്കാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ സ്പ്രേ ബോട്ടിലാക്കിയിട്ടാണ് ഹെയറിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഇതേപോലുള്ള സ്പ്രേ ബോട്ടിൽ ഉണ്ടെങ്കിൽ ഇങ്ങനെ ലൂസായിട്ടുള്ള ഹെയർ പാക്കുകളൊക്കെ ഇങ്ങനെ യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഹെയർ സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പം ഞാനിതാ ഒരു പോർഷനായിട്ട് ഹെയറിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, തലവേദനയോ മൈഗ്രെയിനോ ഒക്കെ ഉള്ള ആളുകളാണെങ്കിൽ ഈ ഒരു ഹെയർ സ്പ്രേ ഒരു 2-3 മിനിറ്റ്സ് ഒന്ന് മസാജ് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ വാഷ് ചെയ്ത് കളയുക കേട്ടോ. അധികം വെച്ചിരിക്കരുത്. അതായത് 15 മിനിറ്റോ 20 മിനിറ്റോ ഒന്നും വെക്കേണ്ട ആവശ്യമില്ല. മൈഗ്രെയിനൊക്കെ ഉള്ള ആളാണ് കേട്ടോ. അപ്പോൾ ഞാൻ അധികം വെക്കുന്നില്ല. ഒരു 2-3 മിനിറ്റ്സ് വെച്ചിട്ട് ജസ്റ്റ് ഇതേപോലെ ഒന്ന് മസാജ് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ വാഷ് ഔട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ നിങ്ങൾ ഈ കഞ്ഞിവെള്ളം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു പുളിപ്പൊക്കെ ഉള്ള കഞ്ഞിവെള്ളം ആകുമ്പോൾ ജസ്റ്റ് മണക്കത്തില്ലേ എന്നൊക്കെ തോന്നും, സ്മെല്ലൊക്കെ ഉണ്ടാവില്ലേന്ന്. അപ്പോൾ നിങ്ങൾ അങ്ങനെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് താളിയോ അല്ലെങ്കിൽ നിങ്ങൾ ഏത് ഷാമ്പൂ ആണോ യൂസ് ചെയ്യുന്നത് അത് വെച്ചൊന്ന് വാഷ് ഔട്ട് ചെയ്ത് കളഞ്ഞാൽ മതി കേട്ടോ. ഓക്കെ, ഞാനിവിടെ താളി യൂസ് ചെയ്തിട്ടാണ് വാഷ് ഔട്ട് ചെയ്ത് കളയുന്നത്. ചെമ്പരത്തി താളിയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നില്ല. ഹെയർ ഓയിൽ ചേർത്തിട്ടില്ല എങ്കിൽ ഈ ഒരു സ്പ്രേ ബോട്ടിലുള്ള ഈ ഒരു പാക്ക് തന്നെ നിങ്ങൾക്ക് ഫേസിനും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഹെയർ ഓയിൽ യൂസ് ചെയ്യാതെ കുറച്ച് പാക്ക് ബാക്കി പുറത്തിരിപ്പുണ്ടായിരുന്നു. അത് ഞാൻ ഫേസിലൂടെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊരു 2-3 മിനിറ്റ് മസാജ് ചെയ്തതിന് ശേഷം സാധാ വെള്ളത്തിൽ വാഷ് ഔട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. അപ്പോൾ ഇതേ കുളിയൊക്കെ കഴിഞ്ഞിട്ട് വന്നതാണ് കേട്ടോ. ഹെയർ പാക്കൊക്കെ ചെയ്ത് ഞാൻ പെട്ടെന്ന് തന്നെ ഹെയർ വാഷ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. എനിക്ക് മൈഗ്രെയിൻ പ്രശ്നമൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് വാഷ് ചെയ്ത് കളഞ്ഞത്. പിന്നെ ഹെയർ പാക്കൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ കുറേ നേരം വെക്കാൻ പറ്റുന്നവർ, അതായത് ഒരു 15 മിനിറ്റ് 20 മിനിറ്റോളൊക്കെ വെക്കാൻ പറ്റുന്നവർക്ക് അങ്ങനെ വെച്ചിട്ട് വാഷ് ഔട്ട് ചെയ്ത് കളഞ്ഞാൽ മതി കേട്ടോ. ഓക്കെ, ഞാൻ താളി യൂസ് ചെയ്താണ് ഹെയർ വാഷ് ചെയ്ത് കളഞ്ഞത്. കണ്ടില്ലേ, ഹെയർ നല്ല കറുപ്പാവാനായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അതായത് നമ്മുടെ മുടിയൊക്കെ നല്ല
കറുപ്പ് നിറമായിട്ട് വരാനായിട്ട് പുളിച്ച കഞ്ഞിവെള്ളം നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. കൂടെ കറ്റാർവാഴയാണ് നമ്മൾ ചേർത്തിട്ടുള്ളത്. ഓക്കെ, കണ്ടില്ലേ ആ ഹെയറിൻ്റെ ഒരു തിളക്കം കണ്ടോ നിങ്ങൾ? ഓക്കെ, എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ഈ ഒരു ഹെയർ പാക്ക്. ഞാൻ ഇടയ്ക്ക് ചെയ്യാറുള്ള ഒരു പാക്ക് കൂടിയാണ് കേട്ടോ. ഇതിന് അങ്ങനെ സൈഡ് എഫക്റ്റും കാര്യങ്ങളൊന്നുമില്ല. നമ്മുടെ ഹെയർ കൊഴിയുന്നതൊക്കെ നന്നായിട്ട് തടയാനായിട്ട് പറ്റും. അപ്പോൾ ഇനി ഞാനിതാ ഐസ് ക്യൂബായിട്ട് എടുത്തു വെച്ചത് ഈവനിങ് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത് കേട്ടോ. ഈ ഒരു പുളിച്ച കഞ്ഞിവെള്ളം എന്ന് പറയുന്നത് ഒരുപാട് ഗുണങ്ങളുള്ള ഒരു സാധനമാണ് കേട്ടോ. അതായത് നമ്മുടെ ഫേസിലുള്ള കറുത്ത പാടുകൾ, മുഖക്കുരു വന്ന പാടുകൾ, മുഖക്കുരു വരാതിരിക്കാനായിട്ട്, സൺ ടാൻ റിമൂവ് ചെയ്യാനായിട്ട്, അതുപോലെ തന്നെ നമ്മുടെ ഫേസിലുള്ള ഡാർക്ക് സർക്കിൾസ്, അതായത് കണ്ണിന് ചുറ്റുമുള്ള ഡാർക്ക് സർക്കിൾസ്, ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ വരാതിരിക്കാനായിട്ടൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. നമ്മളിത് ദിവസവും നമ്മൾ ഇതേപോലെ നമ്മൾ ക്ലെൻസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അതായത് അലോവേരയും പുളിച്ച കഞ്ഞിവെള്ളം കൂടെ നമ്മൾ ഇതേപോലെ എടുത്ത് ഐസ് ക്യൂബായിട്ട് വെച്ച് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫേസിലൊരു പാടുകളോ കലകളോ ഒന്നും കാണത്തില്ല. സ്ഥിരമായിട്ട് നമ്മളൊരു 7 ഡേയ്സ് അല്ലെങ്കിൽ ഒരു 15 ഡേയ്സ് നിങ്ങൾ യൂസ് ചെയ്ത് നോക്കൂ. അടിപൊളി റിസൾട്ടാണ് കേട്ടോ. ഞാനിത് യൂസ് ചെയ്തിട്ട് എനിക്ക് അത്രയും നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒന്നാണിത്. നമുക്കിത് ഫേസ് ടോണറായിട്ടും യൂസ് ചെയ്യാം, അതുപോലെ തന്നെ ഇതേപോലെ ഐസ് ക്യൂബായിട്ട് യൂസ് ചെയ്യാം. ഞാനിങ്ങനെ ഐസ് ക്യൂബായിട്ട് യൂസ് ചെയ്യാണ് കേട്ടോ ചെയ്യാറുള്ളത്. എനിക്കിങ്ങനെ പറ്റും എന്നുള്ളത് കൊണ്ടാണ്. ഇനി അതല്ല, ഈ ഒരു ഐസ് ക്യൂബായിട്ട് യൂസ് ചെയ്യാൻ പറ്റാത്തവരുണ്ടെങ്കിൽ കോട്ടൺ തുണി കൊണ്ട് ഐസ് ക്യൂബ് വെച്ചിട്ട് അങ്ങനെ യൂസ് ചെയ്യുക. കോട്ടൺ തുണിയിലാക്കിയിട്ട് ഐസ് ക്യൂബ് വെച്ചിട്ട് യൂസ് ചെയ്യുക. ഓക്കെ, പിന്നെ നമ്മൾ ഇങ്ങനെ ഐസ് ക്യൂബായിട്ട് യൂസ് ചെയ്താൽ മാത്രം പോരാ. അത് കഴിഞ്ഞതിന് ശേഷം ഇതേപോലൊരു മസാജ് കൊടുക്കുക കേട്ടോ. നമ്മുടെ വിരൽ വെച്ചിട്ട് നമ്മുടെ ഫിംഗേഴ്സ് വെച്ചിട്ട് ചെറിയൊരു രീതിക്ക് ഒരു 2-3 മിനിറ്റ്സ് ഒന്ന് മസാജ് ചെയ്ത് കൊടുത്തിട്ട് വേണം വാഷ് ഔട്ട് ചെയ്ത് കളയാനായിട്ട്. സാധാ വെള്ളത്തിൽ വാഷ് ഔട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. പിന്നെ എനിക്ക് പറയാനുള്ളത് സെൻസിറ്റീവ് സ്കിന്നുകാരോടാണ്. അവർക്ക് ഇത് പറ്റില്ല എന്നുണ്ടെങ്കിൽ അവർ യൂസ് ചെയ്യാണ്ടിരിക്കുക കേട്ടോ. ഓക്കെ, പിന്നെ ഇങ്ങനെ നമ്മൾ ഡെയിലി ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫേസ് നല്ല മൃദുവാവാനായിട്ടും, അതായത് സോഫ്റ്റ് ആവാനായിട്ടും, പ്ലം ആവാനായിട്ടും, അതുപോലെ തന്നെ ഹൈഡ്രേറ്റഡ് ആയിരിക്കാനായിട്ടും ഹെൽപ്പ് ചെയ്യുന്ന ഒരു പാക്കാണ് കേട്ടോ ഇത്. ഏതൊരു ഫേസ് പാക്ക് ആണെങ്കിലും നമ്മൾ ചെയ്യുമ്പം 1-2 ദിവസത്തിനുള്ളിലൊന്നും റിസൾട്ട് കിട്ടത്തില്ല. അത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ മാത്രമേ അതിൻ്റെ റിസൾട്ട് കിട്ടത്തുള്ളൂ. ഇത് നിങ്ങളൊരു 7 ഡേയ്സ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ തന്നെ നിങ്ങൾക്ക് റിസൾട്ട് കാണാനായിട്ട് പറ്റും. നമ്മുടെ ഫേസ് നല്ല ക്ലിയർ ആവും, മൃദുവാകും, അതുപോലെ തന്നെ ഫേസിൽ പാടുകളോ കലകളോ ഒന്നും കാണത്തില്ല. അങ്ങനെ നിങ്ങൾക്ക് 7 ഡേയ്സ് ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയെന്നുണ്ടെങ്കിൽ നിങ്ങൾ 1 മന്ത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് നോക്കുക. ഈ ഒരു പാക്ക് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തിട്ട് എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത്. പ്രത്യേകിച്ച് നമ്മുടെ കണ്ണിന് ചുറ്റുമുള്ള ഡാർക്ക് സർക്കിൾസ്, ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ മാറിക്കിട്ടും. അതുപോലെ തന്നെ മൂക്കിൻ്റെ സൈഡിലായിട്ടുള്ള കറുപ്പ് കലകളും അതുപോലെ ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ് ഒക്കെ റിമൂവ് ചെയ്ത് കിട്ടാനായിട്ടൊക്കെ ഒരു പരിധി വരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പാക്കാട്ടോ ഇത്. അങ്ങനെ നമ്മുടെ ഫേസ് നല്ല ക്ലിയർ ആവാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പാക്കാണിത്. പിന്നെ നിങ്ങൾ ഈ ഒരു പാക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ 3 തവണയായിട്ട് ചെയ്യുക. അതല്ലെങ്കിൽ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് 7 ഡേയ്സ് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാനിത് വാഷ് ഔട്ട് ചെയ്തിട്ട് വരാം. അപ്പോൾ അതേ ഫേസ് കണ്ടില്ലേ? ഫേസ് വാഷ് ഔട്ട് ചെയ്ത് വന്നതിന് ശേഷമുള്ള എൻ്റെ ഒരു ഫേസാണിത് കേട്ടോ. ഫേസ് നല്ല ക്ലിയറായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി തലേന്നത്തെ കഞ്ഞിവെള്ളമൊന്നും ആരും കളയരുത്. അപ്പോൾ അതേ കണ്ടോ, ലൈവ് റിസൾട്ടാണ് കേട്ടോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. 2 ഇൻഗ്രീഡിയൻസ് മാത്രം മതി നമുക്ക് ഹെയർ പാക്കായിട്ടും ഫേസ് പാക്കായിട്ടും യൂസ് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഒന്ന് ഈ ഒരു ഹെയർ പാക്ക് ഫേസ് പാക്ക് ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. 2 ഇൻഗ്രീഡിയൻസിനും നമുക്ക് സൈഡ് എഫക്റ്റ് ഒന്നുമില്ല. ഇത് ചെറിയ കുട്ടികൾ മുതൽ, അതായത് 10 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് മുതൽ പ്രായമായിട്ടുള്ള ആളുകൾക്ക് വരെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഹെയർ കെയർ ഫേസ് പാക്ക് ടിപ്പാണ് നമ്മളിപ്പം പറഞ്ഞ. ഐസ് ക്യൂബ് വെച്ചിട്ടോ അല്ലെങ്കിൽ ഐസ് റോളർ വെച്ചിട്ടോ ചെയ്യുമ്പം പറ്റാത്ത ആളുകളാണെങ്കിൽ അവർ ആ ഐസ് ക്യൂബ് അല്ലെങ്കിൽ ഐസ് റോളറോ നമ്മൾ ഒരു കോട്ടൺ തുണിയിൽ പൊതിഞ്ഞിട്ട് വേണം ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ കേട്ടോ. ഓക്കെ, പ്രത്യേകിച്ച് സെൻസിറ്റീവ് സ്കിന്നുകാർ ശ്രദ്ധിക്കുക. ഓക്കെ, പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം, നിങ്ങൾ ഈ ഒരു കഞ്ഞിവെള്ളത്തിൽ ഒരിക്കലും വാങ്ങിക്കുന്ന അലോവേര ജെല്ല് യൂസ് ചെയ്യരുത്. വീട്ടിൽ ഉണ്ടാക്കുന്ന അലോവേര അല്ലെങ്കിൽ നിങ്ങൾ മാർക്കറ്റിൽ നിന്ന് അലോവേര ഇലയായിട്ട്, അതായത് അലോവേരയുടെ ഒരു ഇത് വാങ്ങിക്കാൻ കിട്ടും, അലോവേരയായിട്ട് വാങ്ങിക്കാൻ കിട്ടും. അങ്ങനെ ആ കറ്റാർവാഴയുടെ ആ ഒരു ഇലയിൽ നിന്ന് നമ്മൾ ആ ഒരു പൾപ്പ് എടുത്തിട്ട് വേണം ചെയ്യാനായിട്ട്. ഒരിക്കലും നിങ്ങൾ വാങ്ങിക്കുന്ന അലോവേര ജെല്ല് യൂസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയാനായിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും, യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണുന്നവരെ ടാറ്റാ ബൈ ബൈ.